പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. അതെ, ആന്തരിക സൗഖ്യത്തിൻ്റെ സമാശ്വാസനത്തിൻ്റെ കല പഠിക്കുക. അതെ, ഒരുപാട് തന്നെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഈ ചാനലിലൂടെയൊക്കെ അറിയുന്നവർ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ നേരിട്ട് നൽകുന്ന എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ പരിശീലന പരിപാടികളോ കോഴ്സുകളോ ഒക്കെ ഷോർട്ട് ടൈം ആയിട്ടുള്ളത് ഓൺലൈനിലൊക്കെ പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്, തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് ഓൺലൈനിലൂടെ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ഹീലറാകാൻ പറ്റുന്ന കോച്ചിങ്ങാണ് ഞാനിപ്പോൾ നൽകി വരുന്നത്. അത് ഏത് പ്രായക്കാർക്കും ലോകത്തിൻ്റെ ഏത് കോർണറിലുള്ളവർക്കും ഇത് പഠിക്കാൻ, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, പരിശീലിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്ന ഒരു മാസ്റ്റർ ഹീലറാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഒരുപാട് ആൾക്കാർ, ഇന്നിപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് സ്വയം തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ അടിമുടി മാറ്റിക്കൊണ്ട് പുതിയൊരു ജീവിത പന്ഥാവിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും ഒരു ട്രെയിനിങ്ങുമാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. അതിൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനിങ്ങാണ്, ഒരു ട്രെയിനറാക്കി മാറ്റുകയാണ് നിങ്ങളെ ചെയ്യുന്നത്. അതിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി, GSRC ട്രസ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടാകും. ഓൺലൈനിലായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. വൈകിട്ട് ഇന്ത്യൻ ടൈം 7 മണി തൊട്ട് 9:30 വരെ ആയിരിക്കും. ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമുക്കുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഏതെങ്കിലും ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ആ സ്റ്റഡി ഗ്രൂപ്പിൽ തന്നെ അന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ലിങ്കും അയച്ചു തരുന്നതായിരിക്കും, വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലാസ്സുകളൊന്നും മിസ്സാകില്ല, എവിടെ ഇരുന്നും ആൾക്കാർക്ക് സ്വായത്തമാക്കാം. അത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ രംഗത്തേക്ക് താല്പര്യം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. അത് പ്രായമൊന്നുമില്ല, ഏത് പ്രായക്കാർക്കും പഠിക്കാം, ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും പഠിക്കാം. വളരെ സിമ്പിൾ, മലയാളത്തിലാണ്. ഞാൻ തന്നെയാണ് ഈ സെക്ഷൻ എല്ലാം തന്നെ തരുന്നത്, തിയറിയും പ്രാക്ടിക്കലും എല്ലാം. അങ്ങനെ മോൾഡ് ചെയ്യപ്പെടുന്ന ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗിൻ്റെ മാസ്റ്റർ ട്രെയിനിങ് കോഴ്സ് എല്ലാ മാസവും ഉണ്ട്, എല്ലാ 2 മാസം കൂടുമ്പോഴുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ബാച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്, അടുത്ത മാസമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും. വെൽക്കം. അങ്ങനെ ഒരു 2 മാസം നമ്മൾ ഒരുമിച്ചുള്ളൊരു ജേർണിയാണ്. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ. ഇത്രയും നാളത്തെ പലവിധ പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഉഴലുമ്പോൾ അതിൻ്റെ കാരണം തേടി പുറത്തേക്കല്ലേ പോകാറുള്ളത്. ടെൻഷൻ, ഡിപ്രഷൻ, ദേഷ്യം, ഭയം, അലസത, വിരസത, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, പിന്നെ കണ്ണുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്താ ഇതിൻ്റെയൊക്കെ കാരണം. നമ്മൾ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പ്രയത്നിക്കാഞ്ഞിട്ടില്ല, പക്ഷേ ഫലം കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നെ ഒരു കോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒരു സക്സസ്സിന് വേണ്ടിയുള്ള ഒരുപാട് അറിവുകളും കോഴ്സുകളും കോച്ചിങ്ങുകളും ഒക്കെ പുറകെ നമ്മൾ പോകാറുണ്ട്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷേ ഇവിടെയൊക്കെ പോയിട്ടും എന്താ ഫലം കിട്ടാത്തതെന്നറിയാമോ? നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ചില കെട്ടുപാടുകളും കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. അതായത് നമ്മുടെ കാർമിക് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഒരു സ്പിരിച്വൽ സയൻസും സൈക്കോളജിയും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ പോകുന്നത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള, ഒരുപാട് വർഷങ്ങളായിട്ട് നിരവധി ഗുരുക്കന്മാരിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ബുക്കുകളിൽ നിന്നും സ്വയം പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെൽഫ് ഡിസൈനിങ് ആണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. ഇന്ന് ഇത് മനസ്സിലാക്കി ലോകമെമ്പാടും നിരവധി ആൾക്കാരാണ് വിജയത്തിൻ്റെ പന്ഥാവിലേക്ക്, രോഗങ്ങൾ മാറ്റാൻ. നിരവധി കാലങ്ങളായിട്ട് ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളുണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ പല ഡിപ്രഷനിൽ പെട്ടിരിക്കുന്നവരുണ്ടാവും. എത്ര ശ്രമിച്ചിട്ടും അവസരങ്ങൾ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രശ്നം പുറത്തല്ലെന്നേ, അകത്താണ്. പാലെത്ര ശുദ്ധമാണെങ്കിലും ഒഴിച്ചു വെക്കുന്ന പാത്രം വൃത്തിയല്ലെങ്കിൽ പിരിഞ്ഞു പോകില്ലേ. അപ്പം നമ്മളെ തന്നെ ഒരു ഒരു ക്ലെൻസിങ് പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ എനർജിയെ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ കോസ്മിക്കൽ എനർജി, നമ്മുടെ എനർജി തമ്മിൽ ബാലൻസ് ആകാത്തതാണ് പ്രശ്നം. ഒരു അലൈൻമെൻറ്റ് തെറ്റി കിടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് ആദ്യം റിയലൈസ് ചെയ്യുന്നു, അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റീവായിട്ടുള്ള പ്രാക്ടീസാണ്. എപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് എല്ലാ ദിവസവും നിത്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും നമ്മുടെ ജീവിതത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പം ഓരോ വീട്ടിലും ഒരു മെൻറ്റർ വേണ്ട അവസ്ഥയിലാണ്, ഒരു ഗൈഡ് വേണ്ട അവസ്ഥയിലാണ്. അത്രത്തോളം പ്രശ്നങ്ങൾ തിങ്ങിക്കൂടിക്കുകയാണ്. അത് കാരണം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ഇതേ രംഗത്തുള്ളവർ പഠിക്കാൻ വരുന്നുണ്ട്. പ്രാണി ഹീലിംഗ്, അല്ലെങ്കിൽ റേക്കി, സുജോ, അല്ലെങ്കിൽ ഒരുപാട് തെറാപ്പികളിൽ ഡോക്ടേഴ്സ്, അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, പിന്നെ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ,
പിന്നെ ഒന്നുമല്ലെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, വീട്ടമ്മമാർ, ഇതാർക്കും പഠിക്കാം. പ്രത്യേകിച്ച് പരിശീലകരായിട്ടുള്ളവരൊക്കെ, പല ട്രെയിനിങ് രംഗത്തുള്ളവരൊക്കെ ഈ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ അവരവരുടെ രംഗത്ത് കൂടുതൽ ഉജ്ജ്വലമായിട്ട് പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ്. അത്രത്തോളം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള കാതലായിട്ടുള്ള വിഷയങ്ങൾ വെച്ചിട്ടുള്ള തിയറിയും പ്രാക്ടിക്കലുമാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. നമ്മൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അറിയുന്നുണ്ടാകും, അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ അതിനകത്തുള്ള എസൻസ് കൃത്യമായ രീതിയിൽ ലഭിക്കുമ്പോഴാണ്, അത് വളരെ ലളിതമായ രീതിയിലും വളരെ കുറച്ച് സമയം കൊണ്ട് പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ മനസ്സിലാകുമ്പോഴാണ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും എടുത്താലും സാധിക്കാതെ വരുന്നതിന് ചില കാർമിക് എഫക്റ്റ് ഉണ്ടായാൽ, ചില റാന്തൽ വിളക്കില്ലേ, ചിമ്മിനി വിളക്ക്, അതിൻ്റെയൊക്കെ ഗ്ലാസ്സിൽ കരി പിടിച്ചതുപോലെ അത് മറഞ്ഞിരിക്കുകയാണെങ്കിൽ എത്ര കഴിവുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഏതൊക്കെ ഏരിയയിലൂടെയൊക്കെയാണ് കടന്നുകൂടാവുന്നത്? അതിനെയൊക്കെ എങ്ങനെ എടുത്ത് കളയണം? പിന്നെ അത് വരാതിരിക്കാൻ ഡെയിലി നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണ്? ഇതൊക്കെ തന്നെയാണ് ഈ ആർട്ട് ഓഫ് ഇന്നർ ഹീലിങ്ങിൽ ഞാൻ പ്രാക്ടീസ് തരുന്നത്. ഇതിന് ഒരു പ്രത്യേകത, അധികം വൈഡ് വോളിയത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാറില്ല. അങ്ങനെ താല്പര്യത്തോടു കൂടി വരുന്ന വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം 100 സീറ്റ് മാത്രമേ നമ്മൾ നൽകാറുള്ളൂ. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും ആ സീറ്റ് നമ്മൾ കൊടുക്കുക. അത് ഫീസാണെങ്കിലും വളരെ വയബിളാണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ അടയ്ക്കാം എന്നുള്ളതാണ്. 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന വളരെ ചെറിയ ഒരു ഫീസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഈ ലഭിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമാണ് ഇതിനേക്ക് നിങ്ങൾ റെമിറ്റ് ചെയ്യേണ്ടി വരുന്ന ഫീസ്, അല്ലെ ദക്ഷിണ എന്ന് പറയുന്നത്. ഒരു എനർജി എക്സ്ചേഞ്ചിങ് അതിന് കൊടുക്കുന്ന സംഭവം മാത്രമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുക. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ നേരിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ തന്നെയായിരിക്കും ഇത് ക്ലിയർ ചെയ്ത് തരുന്നത്. കാരണം ഇത് എല്ലാ വ്യക്തികളിലും അങ്ങനെ പലപ്പോഴും പ്രാപ്യമാകില്ല. ചില തിരഞ്ഞെടുക്കപ്പെട്ടവരാകണം ഇങ്ങനെയുള്ള അറിവൊക്കെ നമ്മൾ കിട്ടണമെങ്കിൽ. പലരും സ്പിരിച്വൽ പാത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. എല്ലാ വിശ്വാസങ്ങളും അതിൻ്റെ ഉള്ളിൽ സയൻസുണ്ട്. ഇത് മതപരമായ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള സബ്ജക്റ്റുമല്ല. മനസ്സിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ആ ശാസ്ത്രം കൃത്യമായ രീതി അറിഞ്ഞ് അതിൽ കണ്ടാമിനേഷൻ എടുത്ത് കളയുക. ബാധ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, ഈ ബാധ എന്താണ്, അതിനെയൊക്കെ എങ്ങനെ സ്വയം നമുക്ക് ഒഴിച്ചു കളയാൻ പറ്റണം. ഈ ബാധിക്കുന്നതാണ് ബാധ. എങ്ങനെ നമ്മളിലേക്ക് കടന്നുപോയ കാലുഷ്യ ചിന്ത പോലും ബാധിക്കും. അത് നമ്മുടെ ബുദ്ധിയെ ഹാക്ക് ചെയ്ത് കളയും. അപ്പോൾ ബുദ്ധിയെ ശരിക്കും മറഞ്ഞിരിക്കുന്ന ബാധ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ എടുത്ത് കളയാനും ഒക്കെ പറ്റണം. ഇതെല്ലാം പറ്റുമ്പോൾ മാത്രമേ ശരിക്കും നമ്മുടെയുള്ള റിസോഴ്സിനെ നമുക്ക് അക്യൂർ ചെയ്ത് പുറത്തെടുക്കാൻ സാധ്യമാണ്. അങ്ങനെ ഒരു വളരെ പവർഫുള്ളായിട്ടൊരു ബയോ മാഗ്നറ്റായിട്ട് മാറാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. അതിൻ്റെ ഒരു മാസ്റ്റർ ഹീലിംഗ് ട്രെയിനറായി മാറുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പറ്റി ഒരുപക്ഷെ നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചുകളിലുള്ളവരുടെ ഏതാനും പേരുടെ ഫീഡ്ബാക്ക് ഇതിനോടൊപ്പം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഏതാനും വളരെ കുറച്ച് ആൾക്കാർ മതി, എല്ലാവരും ഇടാൻ പോയി ഇവിടെ നിൽക്കില്ല. അതും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഉചിതമായൊരു തീരുമാനം എടുക്കുക. എത്രയും പെട്ടെന്ന് എൻക്വയറി നടത്തിക്കോ. അടുത്ത ബാച്ചിലേക്ക് 100 സീറ്റ് മാത്രമേ ഉള്ളൂ. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീജിത്ത്. ജയപ്രകാശ് സാറുമായിട്ടുള്ള യാത്ര ഏറെക്കുറെ 2 വർഷമായി. ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് സ്വയം പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. സാറ് ക്ലാസ്സിൽ പറയും പോലെ ഒരു മെക്കാനിക്കലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടിക്കുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ സ്വയം മനസ്സിലാക്കാനും അത് സ്വയം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും അതിന് സ്വയം പരിഹരിച്ച് പോകാനൊക്കെ കഴിഞ്ഞു. താങ്ക് യു സാർ. ഇപ്പോൾ ഓരോരോ ക്ലാസ്സുകൾ കഴിയുന്തോറും എന്നിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. യൂണിവേഴ്സുമായി കണക്റ്റ് ആകാനും പ്രപഞ്ചവുമായും സസ്യങ്ങളുമായും മൃഗങ്ങളുമായിട്ടൊക്കെ കണക്റ്റ് ആകാനും ഞാൻ എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയൊക്കെ പ്രകാശം പരത്തുവാനും ഒക്കെ കഴിയുന്നു. ഓരോരുത്തരും പറയുന്നു ശ്രീജിത്തിന് വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന്. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ സാറ് പറയും പോലെ സത്യത്തെ മുറുകെ പിടിച്ചു. പുതിയ കാർമ്മിക്കൊന്നും ആഡ് ചെയ്യാതെയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ കൊടുത്ത ഗുരുദക്ഷിണ അതിൻ്റെ 10 മടങ്ങ് 100 മടങ്ങ് എനിക്ക് വാല്യൂ സാറ് തിരിച്ചു തന്നു. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആശാലക്ഷ്മി. ഞാൻ ജയപ്രകാശ് സാറിൻ്റെ മാസ്റ്റർ ഹീലിംഗ് ട്രെയിനിങ് ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള വിഷയങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അതിനുള്ള ഉത്തരം തേടി പലപ്പോഴും പുറത്തേക്കാണ് പോകുന്നതും. എന്നാൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം സൗഖ്യപ്പെടുത്താൻ കഴിയുക എന്നതും അതിനോടൊപ്പം മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്നതും ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലൂടെ
എന്നെയും എൻ്റെ ടീമിലുള്ളവരെയും അതിന് പ്രാപ്തരാക്കുകയാണ് ജയപ്രകാശ് സാറ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു. എത്ര പ്രാവശ്യം സംശയങ്ങൾ ചോദിച്ചാലും സാറ് വളരെ ക്ഷമയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഉത്തരവും തന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്നുള്ള നിർബന്ധം സാറിനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്നതിനും ഒരുപാട് പ്രാക്ടീസ് സെക്ഷനുകൾ തന്നതിനും ഞങ്ങളെയൊക്കെ മാസ്റ്റർ ഹീലേഴ്സ് ആക്കിയതിനും ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇനിയും സാറിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്നും അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹലോ, ഞാൻ അനിൽകുമാർ. ഞാൻ ജയപ്രകാശ് സാറിന്റെ മാസ്റ്റർ ഹീലിംഗ് പ്രോഗ്രാം എന്ന കോഴ്സിൽ പങ്കെടുത്തു. ചെറുപ്പം മുതലെയുള്ള ഒരുപാട് ട്രോമകളിലൂടെ കടന്നുപോയ ഞാൻ പല വഴികളിലും ഇതിനുള്ള പോംവഴി തിരക്കി ഇറങ്ങിത്തിരിച്ചു. എന്നാൽ വർഷങ്ങളായുള്ള എന്റെ പ്രയത്നത്തിൽ എനിക്ക് കാര്യമായ പുരോഗതി ഇല്ലാതിരുന്ന സമയത്താണ് ഈ സാറിന്റെ മാസ്റ്റർ ഹീലിംഗ് പ്രോഗ്രാം എന്ന കോഴ്സ് കാണാനിടയായത്. ഒരു നിയോഗം പോലെ ഞാൻ ഈ കോഴ്സിൽ ചേരുകയും ആദ്യ ദിവസം മുതൽ തന്നെ എനിക്കെന്താണോ എന്റെ മനസ്സിന് വേണ്ടത് ആ അറിവുകൾ ഒരു ലളിതമായ രീതിയിലും ശരിക്കും പ്രാവർത്തികമായ രീതിയിലും സാറിന്റെ ആ ഒരു അപാരമായ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും എനിക്കും എന്റെ കൂട്ടുകാർക്കും ഈ കോഴ്സിൽ പങ്കെടുത്ത ഭാഗ്യവാന്മാരായിട്ടുള്ള എല്ലാവർക്കും അത് ആവശ്യം പോലെ ഓരോരുത്തർക്കും വേണ്ടത് കിട്ടത്തക്ക രീതിയിൽ സാറ് ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നു. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. സാറ് ശരിക്കും ഒരു എന്താണ് പറയുന്നത്, ഒരു ഫിലോസഫി അല്ല ഇത്, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നോളജാണ് സാറ് പകർന്നു നൽകുന്നത്. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ശരിയായ അറിവാണ് സാറിൽ നിന്നും ലഭിച്ചത്. വളരെയധികം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു ശരിയായ പാതയിലേക്ക്, ശരിയായ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് ഇപ്പോൾ ഈ കോഴ്സിലൂടെ സാധിച്ചു. അതിന് സർവേശ്വരൻ സാറിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. എൻ്റെ പേര് ജ്യോതി. എന്ന് പറയുമ്പോൾ ഈ ഞാൻ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥനായ ജയപ്രകാശ് സാറിന് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം സാറിൻ്റെ മാസ്റ്റർ ഹീലർ ട്രെയിനിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്ത് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്നിലുണ്ടായ നല്ല മാറ്റം അത് ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സും അത് അറിയുന്നുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡൊക്കെ പറയുന്നുണ്ട്, സാറിൻ്റെ അടുത്ത് നന്ദി പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും, ഞങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരും തന്നെ നല്ല ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാർ എത്രയോ വർഷം കൊണ്ട് നേടിയിട്ടുള്ള അമൂല്യമായ അറിവുകളാണ് ഞങ്ങൾക്ക് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഞങ്ങളെ മാറ്റിയെടുക്കുന്നതും. അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ആരെങ്കിലും ഒരാളെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണം. കാരണം നമ്മളെ വളർന്നു വരുന്ന മക്കൾക്കും നമ്മുടെ ഫാമിലിക്കും മൊത്തമായിട്ടും ഗുണമാവുന്നൊരു ക്ലാസ്സാണിത്. ഓരോ ആൾക്കും മാറ്റം വരുന്നൊരു ക്ലാസ്സാണ്. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞ 9 മണി വരെയാണ് ക്ലാസ്. അപ്പോൾ 9 മണി ആകുമ്പോഴേക്കും ഞാൻ എപ്പോഴും വിചാരിക്കും, അയ്യോ ഇത് ക്ലാസ് കഴിയാൻ പോകുന്നതാണല്ലോ. കാരണം എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം നമുക്ക് ഈ ക്ലാസ്സിൽ. അത്രയും നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് ആ സമയത്ത് സാറ്. പിന്നെ അതും നല്ല രീതിയിൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് ക്ലാസ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ക്ലാസ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള വിഷമമാണ് ഓരോ ദിവസവും ഉള്ളത്. അങ്ങനെ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കും അത്രയും എനർജിയാണ്. എല്ലാ ദിവസവും പെട്ടെന്ന് കിടന്ന് ഉറങ്ങുന്ന ഞാൻ അന്നത്തെ ദിവസം എനിക്ക് കുറച്ച് സമയം എടുക്കും ഉറങ്ങി വരാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം എനർജി എനിക്കത് വാക്കിൽ കൂടെ പറയാൻ പറ്റുന്നില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഏതായാലും സാറിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് സർ.